PSC ക്രൗണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ലാബ് അസിസ്റ്റന്റിന് വേണ്ടിയുള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ. അപ്പൊ ലാബ് അസിസ്റ്റന്റ് പരീക്ഷ അറിയാലോ, ജൂൺ 21 പരീക്ഷ നടക്കാൻ പോകുന്നത്. കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പൊ നമ്മൾ 50 ഡേ മാരത്തോൺ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലാബ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലാബ് അസിസ്റ്റന്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ വീഡിയോസ് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ അവസാനം ഒരു റിവിഷൻ എന്ന രീതിയിൽ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ആദ്യമായിട്ടാണ് PSC ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ലാബ് അസിസ്റ്റന്റിന് വേണ്ടി നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പാർക്കിന് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ലാബ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. SCRT സോഷ്യൽ സയൻസിന്റെയും പ്രീവിയസ് ഇയർ സെറ്റും അതുപോലെ തന്നെ മറ്റുള്ള സബ്ജക്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ട് 11 സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പാർക്കിന് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മറക്കാതെ മെസ്സേജ് അയക്കുക. അപ്പൊ ലാബ് അസിസ്റ്റന്റ് നമുക്കറിയാലോ, ഓരോ പ്രധാനപ്പെട്ട ടോപ്പിക്കും എടുത്തു വെച്ചിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ചോദിച്ചുള്ള ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളുമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രപ്രവേശന വിളംബരവും മാപ്പിള കലാപവുമാണ് ഇന്നത്തെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ട് സെലക്ട് ചെയ്തെടുത്തേക്കുന്നത്. നമുക്ക് മാപ്പിള കലാപത്തെക്കുറിച്ചും ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളും എന്തൊക്കെയാണെന്ന് നോക്കാം. മറക്കണ്ട, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ് ആരാണെന്ന് സിവിൽ എക്സൈസ് ഓഫീസർ മെയിൻസിൽ 2022 ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ് ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ് ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. എന്താണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത്? തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശനത്തിന് കാരണമായ വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. അതായത് പണ്ട് ഹിന്ദുക്കളിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ഉയർന്ന ജാതിയിൽ മാത്രപ്പെട്ടവർക്ക് മാത്രമേ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ഭഗവാനെ തൊഴാൻ സാധിക്കുകയുള്ളൂ എന്നായിരുന്നു പണ്ടത്തെ ഒരു അതായത് ഈ ഉയർന്ന ജാതിയിൽപ്പെട്ടവർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നിയമം. അപ്പോൾ അതിനെതിരെ വന്ന ഒന്നാണ് ഇത് ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശനത്തിന് കാരണമായ വിളംബരത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് വിളിക്കുന്നത്. ഈ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആരാ? നമ്മൾ പറഞ്ഞല്ലേ, ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ഇനി എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്? ഒന്ന് പറഞ്ഞേ. 1936 നവംബർ 12. എന്നാണ്? 1936 നവംബർ 12. അതായത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ 25ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു വിളംബരം പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് എന്ത് ചെയ്ത് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. എന്തായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം? തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശനത്തിനുള്ള വിളംബരത്തെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് വിളിക്കുന്നത്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ 1936 നവംബർ 12 അദ്ദേഹത്തിൻ്റെ 25ാം ജന്മദിനത്തിലാണ് ഈ ഒരു വിളംബരം പുറപ്പെടുവിക്കുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ശ്രീ ചിത്തിര തിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തി ആരാണ്? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാനായിട്ട് ശ്രീ ചിത്തിര തിരുനാളിനെ പ്രേരിപ്പിച്ചത് സർ CP രാമസ്വാമി അയ്യറാണ് കേട്ടോ. സർ CP രാമസ്വാമി അയ്യരാണ് നമ്മുടെ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയെ എന്ത് ചെയ്ത് ഈ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ പ്രേരിപ്പിച്ചത്. ഇനി ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത്? ഉള്ളൂറാണ് കേട്ടോ. ഉള്ളൂറാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത്. ഉള്ളൂർ S പരമേശ്വര അയ്യരാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത്. ഇനി ക്ഷേത്രപ്രവേശനത്തിൻ്റെ ഒന്ന് രണ്ട് വിശേഷണങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്കൊന്ന് പഠിച്ചാലോ. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നാകാട്ട. എന്താണ്? ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നാകാട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ്. കേരളത്തിൻ്റെ മാഗ്നാകാട്ട എന്നറിയപ്പെടുന്നതും എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ആധുനിക കാലത്തെ മഹാ അത്ഭുതം, ജനങ്ങളുടെ ആത്മീയ വിമോചനത്തിൻ്റെ ആധികാരിക രേഖയായ സ്മൃതി എന്നിങ്ങനെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി ഏറ്റവും അവസാനം കേരളത്തിലേക്ക് സന്ദർശനം നടത്തിയത് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ്? ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നാകാട്ട എന്നറിയപ്പെടുന്നു. ആധുനിക തിരുവിതാംകൂറിൻ്റെ
മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നു, കേരളത്തിൻ്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നു. ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് നോക്കിയേ, ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണെന്ന്. യൂണിവേഴ്സിറ്റി LGS പ്രിലിം സ്റ്റേജ് 1-ലും 10th ലെവൽ പ്രിലിം സ്റ്റേജ് 3-ലും അതുപോലെ തന്നെ 6-ലും ചോദിച്ചുള്ള ചോദ്യമായിരുന്നു ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാണെന്ന്. ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ്. അതുപോലെ മറ്റൊരു ചോദ്യം നോക്കിക്കേ, ഗാന്ധിജി എന്തിനെയാണ് ആധുനികതയിലെ മഹാ അത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്? യൂണിവേഴ്സിറ്റി LGS പ്രിലിം സ്റ്റേജ് 5-ൽ ചോദിച്ചുള്ള ചോദ്യമായിരുന്നു, ഗാന്ധിജി എന്തിനെയാണ് ആധുനികതയിലെ മഹാ അത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്? എന്തിനെയാ? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് അദ്ദേഹം ഇങ്ങനെ വിശേഷിപ്പിച്ചത്. ഓർക്കണം കേട്ടോ. ഇനി മറ്റു 2 പോയിന്റുകൾ നോക്കിയാലോ. ഗാന്ധിജി തൻ്റെ അവസാന കേരള സന്ദർശനത്തെ ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചത് എന്തുകൊണ്ടാണ്? കാരണം ഗാന്ധിജി ഏറ്റവും അവസാനമായിട്ട് കേരളത്തിൽ സന്ദർശിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ അവസാന കേരള യാത്രയെ ഒരു തീർത്ഥാടനം എന്ന് വിളിച്ചത്. ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവും വിപ്ലവമാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെന്ന് വിശേഷിപ്പിച്ചത് C. രാജഗോപാലാചാരിയാണ് കേട്ടോ. അപ്പോൾ ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? C. രാജഗോപാലാചാരിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിൻ്റെ സ്പിരിച്വൽ മാഗ്നാ കാർട്ട എന്ന് വിളിച്ചത് TK വേലുപ്പിള്ളയാണ്. അപ്പോൾ എന്തൊക്കെ മാഗ്നാ കാർട്ട എന്ന് വിളിക്കുന്നോ നോക്കിക്കേ. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നാ കാർട്ട ക്ഷേത്രപ്രവേശന വിളംബരം, കേരളത്തിൻ്റെ മാഗ്നാ കാർട്ട ക്ഷേത്രപ്രവേശന വിളംബരം, അതുപോലെ തന്നെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിൻ്റെ സ്പിരിച്വൽ മാഗ്നാ കാർട്ട എന്ന് വിളിച്ചത് ആരാണ്? TK വേലുപ്പിള്ള. ആരാണ്? TK വേലുപ്പിള്ള. മാറിപ്പോവരുത്, ഓർത്തിരിക്കണം, കൃത്യമായിട്ട് ഓർത്തിരിക്കണം കേട്ടോ. ഇനി തിരുവിതാംകൂർ പ്രക്ഷോഭം ആരംഭിച്ചത് ആരാണെന്ന്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം ആരംഭിച്ചത് ആരാണ്? TK മാധവനാണ് കേട്ടോ. ആരാണ്? TK മാധവനാണ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം ആരംഭിച്ചത്. ആരാണ്? TK മാധവൻ. ഇനി കേരളത്തിൽ ക്ഷേത്രപ്രവേശന ദിനമായി ആചരിക്കുന്നത് 1936 ഏപ്രിൽ 19 കേട്ടോ. കേരളത്തിൽ ക്ഷേത്രപ്രവേശന ദിനമായി ആചരിക്കുന്നത് 1936 ഏപ്രിൽ 19 കേരള ക്ഷേത്രപ്രവേശന സമ്മേളനത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചത് ആരാണെന്ന്. കേരള ക്ഷേത്രപ്രവേശന സമ്മേളനത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? കേളപ്പൻ. ആരാണ്? കേളപ്പനാണ് കേട്ടോ. കേളപ്പൻ. മലബാർ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എന്നാണ്? മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ജൂൺ 2 കേട്ടോ. 1947 ജൂൺ 2 ഇവിടെ മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. ഇനി കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നതെന്നാ 1947 ഡിസംബർ 20 കേട്ടോ. മാറിപ്പോവരുത്. എവിടെയാ? മലബാർ ക്ഷേത്രപ്രവേശനം നടന്നത് 1947 ജൂൺ 2. കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ഡിസംബർ 20. അപ്പോൾ എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറഞ്ഞാൽ? തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശനത്തിന് കാരണമായ വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. 1936 നവംബർ 12 ശ്രീ ചിത്തിര പെരുന്നാൾ ബാലരാമവർമ്മ അദ്ദേഹത്തിൻ്റെ 25ാം ജന്മദിനത്തിൽ കൊടുത്തൊരു വിളംബരമാണ്. ഈ ഒരു ബാലരാമവർമ്മയെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് വേണ്ടി പ്രേരിപ്പിച്ചത് സർ CP രാമസ്വാമി അയ്യരും ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ S പരമേശ്വര അയ്യരുമാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നാ കാർട്ട എന്ന് ക്ഷേത്രപ്രവേശനം അറിയപ്പെടുന്നു. കേരളത്തിൻ്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്ന ക്ഷേത്രപ്രവേശന വിളംബരമാണ്. അതുപോലെ സ്പിരിച്വൽ മാഗ്നാ കാർട്ട, തിരുവിതാംകൂറിൻ്റെ സ്പിരിച്വൽ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നതും ക്ഷേത്രപ്രവേശന വിളംബരമാണ്. തിരുവിതാംകൂറിൻ്റെ സ്പിരിച്വൽ മാഗ്നാ കാർട്ട എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? TK വേലുപ്പിള്ളയാണ്. ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന ഈ ഒരു ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് C. രാജഗോപാലാചാരിയാണ്. ഗാന്ധിജി തൻ്റെ അവസാന കേരള സന്ദർശനം നടത്തിയത് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ അവസാനത്തെ തീർത്ഥയാത്ര അദ്ദേഹം എന്തെന്ന് വിശേഷിപ്പിച്ചു? ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചു. അതുപോലെ തന്നെ
മലബാർ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന 1947 ജൂൺ 2-ാം തീയതിയാണ്. കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന 1947 ഡിസംബർ 20-ാം തീയതിയുമാണെന്ന് ഓർക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മാപ്പിള കലാപങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ. നമുക്ക് മാപ്പിള കലാപങ്ങളെ കുറിച്ചൊന്ന് നോക്കാം. കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണെന്ന് യൂണിവേഴ്സിറ്റി LGS പ്രിലിം സ്റ്റേജ് 1 ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു കേട്ടോ. കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണത്? ലോഗൻ കമ്മീഷനാണ് കേട്ടോ. ഏതാണ്? ലോഗൻ കമ്മീഷൻ. 1836 മുതൽ ചെറുതും വലുതുമായ ഒട്ടനവധി മാപ്പിള കലാപങ്ങൾ മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ 1836 മുതൽ എന്ത് ചെയ്തു? ചെറുതും വലുതുമായ നിരവധി കലാപങ്ങൾ നമ്മുടെ മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു ഈ മാപ്പിള കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ? 4 കാരണങ്ങളാണ് മാപ്പിള കലാപം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്. അതിൽ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണമായിരുന്നു. എന്തായിരുന്നു? ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണം. 2 കുടിയൊഴിപ്പിക്കൽ. 2 എന്തായിരുന്നു? അവർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് കുടിയൊഴിപ്പിച്ചിരുന്നു. മറ്റൊന്ന് അന്യായമായിട്ടുള്ള നികുതി പിരിവ്. എന്താണ്? അന്യായമായ നികുതി പിരിവ്. 4 ഉയർന്ന പാട്ടം. എന്താ? ഉയർന്ന പാട്ടം. അപ്പോൾ 4 കാരണങ്ങളാണ് ഈ മലബാർ കലാപം പല സ്ഥലങ്ങളിൽ പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം. ഒന്ന് ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണം, കുടിയൊഴിപ്പിക്കൽ, അന്യായമായ നികുതി പിരിവ്, ഉയർന്ന പാട്ടം എന്നിവയൊക്കെയായിരുന്നു കേട്ടോ. ഇനി കലാപങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു? മാപ്പിളമാർ ഒറ്റയ്ക്കോ സംഘം ചേർന്നോ ജന്മികളെ കൊല്ലുകയും ക്ഷേത്രങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പം മാപ്പിളമാർ എന്ത് ചെയ്യുന്നു? സംഘം ചേർന്ന് കൂടി ജന്മിമാരെ കൊല്ലുകയും ക്ഷേത്രങ്ങൾ നശിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ് കൈക്കൊണ്ട തെറ്റായ നികുതി നയമാണ് കലാപങ്ങളെ യഥാർത്ഥ കാരണമെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? വില്യം ലോഗൻ കേട്ടോ. അപ്പോൾ കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷനാണ് ഏത്? വില്യം ലോഗൻ എന്ന് പറയുന്നത്. അപ്പോൾ വില്യം ലോഗൻ കമ്മീഷൻ എന്താണ്? കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്? ബ്രിട്ടീഷ് ഗവൺമെൻറ് കൈക്കൊണ്ട തെറ്റായ നികുതി നയമാണ് കലാപങ്ങളിലേക്ക് നയിക്കപ്പെട്ടതെന്നാണ് വില്യം ലോഗൻ പറയുന്നത്. മലബാറിൽ മാപ്പിള ലഹളയുടെ അടിസ്ഥാന കാരണം ജന്മിത്വമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാട്ടിയ മലബാർ കളക്ടറാണ് ആര്? വില്യം ലോഗൻ. മലബാറിൽ മാപ്പിള കലാപങ്ങളുടെ അടിസ്ഥാന കാരണം എന്താണ്? ജന്മിത്വമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയ മലബാർ കളക്ടറാണ് ആര്? വില്യം ലോഗൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി കലാപം അടിച്ചമർത്താൻ രൂപീകരിക്കപ്പെട്ട സ്പെഷ്യൽ പോലീസ് വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? മലബാർ സ്പെഷ്യൽ പോലീസ് ആണ് കേട്ടോ. മലബാർ കലാപങ്ങളെ അടിച്ചമർത്താൻ നിയോഗിക്കപ്പെട്ട എന്താണ്? പ്രത്യേക പോലീസ് സേനയാണ് മലബാർ സ്പെഷ്യൽ പോലീസ്. അതായത് MSP മലബാർ സ്പെഷ്യൽ പോലീസ്. 1854 ഇത് നിയോഗിക്കപ്പെടുന്നത്. തുടർച്ചയായ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ഏതാ? വില്യം ലോഗൻ കമ്മീഷനാണ്. മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ ചോദിക്കുവാണെങ്കിൽ HV കനോലിയാണ് കേട്ടോ. അതായത് മലബാർ കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട ജില്ലാ കളക്ടറായിരുന്നു, മലബാർ കളക്ടറായിരുന്നു ആര്? HV കനോലി. അദ്ദേഹം 1855 കേട്ടോ വധിക്കപ്പെടുന്നത്. ഇനി ജന്മിമാർ നിയമരഹിതമായ ബലപ്രയോഗിച്ച് ഒഴിപ്പിക്കുന്നതിൽ നിന്നും കുടിയാന്മാർക്ക് സംരക്ഷണം നൽകാൻ വേണ്ടി നിലവിൽ വന്ന ആക്റ്റാണ് മലബാർ കുടിയാൻ ചമയ ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. മലബാർ കുടിയാൻ കുഴിക്കൂർ ചമയ ആക്ട് എന്ന് വെച്ചാൽ എന്താണ്? ജന്മിമാർ നിയമരഹിതമായിട്ട് ബലപ്രയോഗത്തിൽ ഇവരെ കുടിയാന്മാരെ കുടിയൊഴിപ്പിക്കുന്നതിനെതിരായിട്ട് വന്ന ഒരു ആക്റ്റാണിത്. അപ്പോൾ എന്തായിരുന്നു മാപ്പിള കലാപം എന്ന് പറഞ്ഞാൽ 1836 മലബാറിലെ പല ഭാഗങ്ങളിലും പൊട്ടിപ്പുറപ്പെട്ട ചെറുതും വലുതുമായുള്ള കലാപങ്ങളെയാണ് മാപ്പിള കലാപങ്ങൾ എന്ന് വിളിക്കുന്നത്. 4 കാരണമായിരുന്നു മാപ്പിള കലാപങ്ങൾ ഉണ്ടാവാൻ കാരണം. ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണം, കുടിയൊഴിപ്പിക്കൽ, അന്യായമായ നികുതി പിരിവ്, ഉയർന്ന പാട്ടം എന്നിവയായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ ഒരു ഇതിനെക്കുറിച്ച്, അതായത് ഈ മലബാർ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് വില്യം ലോഗൻ എന്ന് പറയുന്നത്. വില്യം ലോഗൻ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്? മലബാറിലെ മാപ്പിളമാരുടെ ക്കെതിരെ ഉണ്ടായിരുന്ന തെറ്റായ നികുതി നയമായിരുന്നു ഈ ഒരു കലാപങ്ങൾ കാരണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മലബാർ കലാപത്തെ അടിച്ചമർത്താൻ നിയോഗിക്കപ്പെട്ട സ്പെഷ്യൽ പോലീസ് വിഭാഗം ഏതായിരുന്നു? MSP ആണ്. മലബാർ സ്പെഷ്യൽ പോലീസ്. 1854 ഈ പോലീസ് വിഭാഗത്തെ നിയമിക്കുന്നത്. തുടർച്ചയായ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ ഏതായിരുന്നു? വില്യം ലോഗൻ കമ്മീഷനാണ്. മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ ചോദിക്കുകയാണെങ്കിൽ HV കനോലിയാണ്. 1855 അദ്ദേഹം വധിക്കപ്പെടുന്നത്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ മലബാർ കലാപവുമായി മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ ഇത്രയും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരവും മാപ്പിള കലാപവുമാണ് നോക്കിയത്. അപ്പോൾ നിങ്ങൾ മറക്കണ്ട, ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. 10th